കേരളയാത്ര സമസ്ത സെന്റിനറി മനുഷ്യർക്കൊപ്പം എൻ അലി അബ്ദുള്ള സിറാജിൽ എഴുതിയ ലേഖനം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭയാണ്. 1926 രൂപവൽകൃതമായ ഈ പണ്ഡിത സഭ 100 പ്രകാശവർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് ഒരുക്കിയ ബഹുവിധ പദ്ധതികളിൽ ഒന്നാണ് കേരളയാത്ര. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് നിന്ന് സമാരംഭം കുറിക്കുകയാണ്. ഈ മാസം 16-ന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് യാത്ര നയിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, സെക്രട്ടറി പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ഉപനായകരായി യാത്രയിലുണ്ടാകും. മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഉറപ്പായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അവർക്ക് നാം കടലിലും കരയിലും സഞ്ചരിക്കാനായി വാഹനങ്ങൾ ഒരുക്കി, ഉത്തമ വിഭവങ്ങൾ ആഹാരമായി നൽകി. നാം സൃഷ്ടിച്ച നിരവധി സൃഷ്ടികളെക്കാൾ നാം അവർക്ക് മഹത്വമേകുകയും ചെയ്തു. ഖുർആൻ 17:70. സ്രഷ്ടാവ് ആദരിച്ച മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടികൾക്ക് നിസ്സാരപ്പെടുത്താനാകുക? ആത്യന്തികമായി മനുഷ്യൻ തന്നെയാണ് ഇസ്ലാമിൻ്റെ മുഖ്യ പ്രമേയം. 300-ൽ പരം സ്ഥലങ്ങളിലാണ് മനുഷ്യനെ നേരിട്ട് വിളിച്ച് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. അള്ളാഹു പഠിപ്പിക്കുന്നു: ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അൽ-ഹുജറാത്ത്. എന്നാൽ മനുഷ്യന്റെ മോചനത്തിന് വേണ്ടിയാണ് അള്ളാഹു ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഭൂമിയിൽ അവതരിപ്പിച്ചത്. നബിമാർ ഓരോ കാലത്തും ഈ നിയമങ്ങൾ പ്രബോധനം ചെയ്യാനും നടപ്പാക്കാനുമായി നിയോഗിക്കപ്പെട്ടു. 1,24,000-ഓളം പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ പ്രബോധനം ചെയ്തു. ഈ നിരയിലെ അവസാന ദൂതനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത് ഒരേ ആശയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയ മതം സ്ഥാപിക്കാനല്ല നിയുക്തനായത്. പൂർവ്വ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആശയം പുതിയ കാലത്തും ലോകാവസാനം വരെയുള്ള സമൂഹത്തിലും സമർപ്പിക്കുകയായിരുന്നു അവിടുന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തിന്റെ അവസാനത്തിലാണ് ഹജ്ജത്തുൽ വിദാ നടക്കുന്നത്. ലോകത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്തുത പ്രഭാഷണത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു: അറബിക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വെളുത്തവന് കറുത്തവന് വെളുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. മതസ്വാതന്ത്ര്യം അടിസ്ഥാന മനുഷ്യാവകാശമാണ്. അതുകൊണ്ട് മനുഷ്യചരിത്രത്തിൽ ആദ്യമായി മതകാര്യങ്ങളിൽ ബലപ്രയോഗം പാടില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അത് മാത്രമാണ് സത്യമെന്നു തന്നെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. എന്നാൽ തൻ്റെ സഹോദരൻ അവിശ്വാസത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ പ്രബോധനം ചെയ്യാൻ വിശ്വാസികളോട് കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിന് അക്രമത്തിൻ്റെ മാർഗം ഒരിക്കലും ഇസ്ലാം അനുശാസിക്കുന്നില്ല. നിർബന്ധിത മതപരിവർത്തനവും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. സ്രഷ്ടാവിനെ അറിഞ്ഞ് പ്രവാചകനെ മനസ്സിലാക്കി മനസ്സുകൊണ്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടുകൊണ്ടല്ലാതെ ഒരാളും ഇസ്ലാം സ്വീകരിക്കാൻ മതം ആവശ്യപ്പെടുന്നുമില്ല. 3 മാർഗങ്ങൾ മാത്രമാണ് പ്രബോധനത്തിന് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതാകട്ടെ മനുഷ്യന്റെ മഹത്വവും ബഹുമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതുമാണ്. ഖുർആൻ പറയുന്നത് നോക്കൂ: യുക്തിദീക്ഷയോടു കൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തൻ്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനത്രേ. സൂറത്തുൻ നഹൽ 175.
സംവാദങ്ങൾ പോലും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണമെന്നു തന്നെയാണ് ഖുർആൻ ഭാഷ്യം. ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യൻ ആദരണീയനാണ്. ഒരൊറ്റ മനുഷ്യനെ കൊല്ലുന്നത് മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തുന്നതിന് തുല്യമായി കണക്കാക്കുന്ന തരത്തിൽ ഇസ്ലാമിലെ മനുഷ്യജീവിതം വളരെ ഉയർന്നതാണ്. സാമൂഹിക നീതിയെ ഇസ്ലാം മനുഷ്യന്റെ മൗലികാവകാശമായാണ് കാണുന്നത്. അതിനാൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വെള്ളം, വെളിച്ചം എന്നിവ എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. നിയമവും നീതിയും എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിരിക്കണമെന്നതും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യാവകാശങ്ങളിൽ പെടുന്നു. ഈ കാര്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു: വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി സത്യത്തിനും നീതിക്കും സാക്ഷികളായിരിക്കുവിൻ. എല്ലാ മനുഷ്യരുടെയും മൗലികാവകാശങ്ങളെ മാനിക്കാൻ പഠിപ്പിക്കുന്ന ശക്തമായ ദർശനമാണ് ഇസ്ലാം. ഖലീഫ ഉമറിന്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഒരു വിദേശ യുവാവ് മദീനയിലെത്തി. അവിടെ വെച്ച് ഒരാളുമായി തർക്കമുണ്ടാകുകയും അത് അബദ്ധവശാൽ സ്വദേശിയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇസ്ലാമിക ശരീഅത്ത് നിയമം അനുസരിച്ച് കൊലക്ക് വധശിക്ഷയാണ് ലഭിക്കുക. അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുകയോ വേണമെങ്കിൽ പ്രതിയിൽ നിന്ന് വലിയൊരു തുക ബ്ലഡ് മണി സ്വീകരിക്കുകയോ ചെയ്യാം. ഇവിടെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ 2 മക്കളും ഒരു നിലക്കും പ്രതിക്ക് മാപ്പ് നൽകാൻ ഒരുക്കമായില്ല. അതോടെ വധശിക്ഷ നടപ്പാക്കാൻ ജഡ്ജി ഉത്തരവിട്ടു. അവസാനമായി വല്ല ആഗ്രഹവുമുണ്ടോ എന്ന് പ്രതിയോട് ചോദിച്ചപ്പോൾ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കണ്ട് യാത്ര പറഞ്ഞു വരാൻ ഒരാഴ്ച സമയം നൽകണം എന്നയാൾ പറഞ്ഞു. മദീനയിലെ ആരെങ്കിലും ജാമ്യം നിന്നാൽ അതനുവദിക്കാമെന്നു ജഡ്ജി പറഞ്ഞു. ആരും മുന്നോട്ട് വരാത്തതിനാൽ നബി ശിഷ്യൻ അബൂദർ മുന്നോട്ട് വന്നു. ആ സമയത്ത് അദ്ദേഹം വൃദ്ധനായിരുന്നു. പ്രവാചക ശിഷ്യൻ അബൂദറിനെ കണ്ട ജഡ്ജി പറഞ്ഞു: അബൂദർ, താങ്കൾ ഇന്ന് അവശേഷിക്കുന്ന നബി ശിഷ്യരിൽ പ്രമുഖനാണ്. മുത്തുനബിയെ കാണാത്ത പുതുതലമുറയ്ക്ക് താങ്കളുടെ സേവനം ആവശ്യമാണ്. അതിനാൽ ഒന്നുകൂടി ആലോചിക്കുക. ആലോചിക്കാൻ ഒന്നുമില്ല, ഞാൻ പ്രതിയെ വിശ്വസിക്കുന്നു. അബൂദർ മറുപടി പറഞ്ഞു: പ്രതി വന്നില്ലെങ്കിൽ താങ്കളെ തൂക്കിലേറ്റേണ്ടി വരും എന്നറിയാമല്ലോ? ജഡ്ജി തിരിച്ചു ചോദിച്ചു: അറിയാം, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. അബൂദർ ശാന്തനായി മറുപടി പറഞ്ഞു. യുവാവ് തന്റെ നാട്ടിലേക്ക് പോയി. ഒരാഴ്ചയായിട്ടും പ്രതിയെ കാണുന്നില്ല. സമയം തീർന്നതും ഖലീഫ ഉമറിന്റെ സാന്നിധ്യത്തിൽ വധശിക്ഷയ്ക്കായി അബൂദറിനെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തി. തന്റെ സഹപ്രവർത്തകനെ രക്ഷിക്കാൻ ഖലീഫ ഉമർ അശക്തനായിരുന്നു. തൂക്കുകയർ അബൂദറിന്റെ കഴുത്തിലേക്കിട്ടതും ആ വിദേശ യുവാവ് ഓടിക്കിതച്ചു വന്നു. അരുത്, അദ്ദേഹത്തെ കൊല്ലരുത്, ഇതാ ഞാൻ വന്നിരിക്കുന്നു. എല്ലാവരും സ്തബ്ധരായി. യുവാവ് കാര്യങ്ങൾ വിശദീകരിച്ചു. കുഞ്ഞിന് സുഖമില്ലായിരുന്നു, അതാണ് വൈകിയത്. ഖലീഫ ഉമർ അബൂദറിനോട് ചോദിച്ചു: എന്ത് ധൈര്യത്തിലാണ് താങ്കൾ ജാമ്യം നിന്നത്? ഈ യുവാവ് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അബൂദറിന്റെ മറുപടി ഉറച്ചതായിരുന്നു. അപ്പോൾ യുവാവിനോട് ഖലീഫ ചോദിച്ചു: താങ്കൾ ആരെന്നു പോലും ഇവിടെയാർക്കും അറിയില്ല, പിന്നെന്തിന് മരണം സ്വീകരിക്കാൻ തിരിച്ചു വന്നു? യുവാവ് പറഞ്ഞു: ഞാൻ ജീവിച്ചിരിക്കെ വിശ്വസിച്ച ആളെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാനും ആഗ്രഹിച്ചു. ഇതെല്ലാം കണ്ട് പ്രതിയുടെ മക്കൾ പറഞ്ഞു: ഞങ്ങൾ പ്രതിക്ക് മാപ്പ് നൽകുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവർ ഇല്ല എന്ന അവസ്ഥ വരരുത് എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. നിമിഷപ്രിയ വിഷയത്തിൽ ഞങ്ങളും യമനിലെ സൂഫി പണ്ഡിതരും സ്വീകരിച്ച നിലപാടും ഈ മഹത്തായ ആവിഷ്കാരത്തിന്റെ പ്രതീകം തന്നെയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് നോക്കൂ. പിറന്ന നാട്ടിൽ നിന്ന് ഹിജറ പോകാൻ വരെ കാരണക്കാരായ ക്രൂരന്മാരായ മർദ്ദനങ്ങൾ അയച്ചുവിട്ട മക്കക്കാർക്ക് ഗോതമ്പ് നൽകിയിരുന്നത് ഹിജാസിലെ ബശ്യഹബ് എന്നറിയപ്പെട്ടിരുന്ന യമാമ പ്രദേശത്ത് നിന്നായിരുന്നു. യമാമക്കാർ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ച മക്ക പ്രദേശത്തുകാർക്ക് ഗോതമ്പ് നൽകേണ്ടതില്ലെന്ന് യമാമക്കാർ തീരുമാനിച്ചു. മക്കക്കാർ പട്ടിണിയിലുമായി. വിവരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. യമാമക്കാരെ വിളിച്ച് ഉപരോധം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും മക്ക നിവാസികൾക്ക് ഗോതമ്പ് നൽകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു.
മദീനയിലെത്തിയ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം ഒരുക്കിക്കൊടുത്ത സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. മദീനയിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കയറി മൂത്രമൊഴിച്ചു കടന്നുകളഞ്ഞ യുവാവിനെ തേടി പുറപ്പെടാനൊരുങ്ങിയ അനുയായികളെ വിലക്കി അയാൾക്ക് മാപ്പ് കൊടുക്കുകയും തൻ്റെ കൈകൊണ്ട് പള്ളി ശുദ്ധീകരിച്ചു മാതൃക കാണിക്കുകയും ചെയ്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസത്തിലും ജീവിതത്തിലും മധ്യമ നിലപാട് സ്വീകരിച്ച് സൂക്ഷ്മജീവിതം നയിക്കാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ പഠിപ്പിച്ചത്. ഖുർആൻ തന്നെ ഉത്ബോധിപ്പിക്കുന്നു. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും വേണ്ടി. സൂറത്തുൽ ബഖറ. ഏത് മതത്തിലും ആശയത്തിലും പെട്ട ആളുകളായാലും മനുഷ്യൻ എന്ന നിലയിൽ ബഹുമാനിക്കണമെന്ന ഉൾക്കാഴ്ചയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിലപാട്. ആദർശത്തിലും വിശ്വാസത്തിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ തന്നെ സഹജീവികളായ മനുഷ്യരെ ചേർത്തി നിർത്തണമെന്ന മഹത്തായ ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും രാജ്യത്ത് മത, ജാതി, ഭാഷ, വർഗ ചിന്തകളാൽ മനുഷ്യന്റെ മഹത്വവും വ്യക്തിത്വവും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്ത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം നാനാത്വത്തിൽ ഏകത്വമെന്ന ചിന്തയ്ക്ക് ചൂടും ചൂരും പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മനുഷ്യൻ എന്ന പ്രമേയത്തെ എത്ര പുഷ്കലമായാണ് ഇസ്ലാം ആവിഷ്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ യാത്ര വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.